എത്രയായി? എന്താ ചോദിച്ചേ? എത്രയായി? അത് ഈ ചിങ്ങത്തില് 35 വയസ്സായി. അത്രയായുള്ളോ? നല്ല തമാശ. ഇതുപോലെ ഒരുപാട് തമാശ ഉണ്ടോ? 35 വയസ്സ് ആണല്ലേ? എന്റെയാ വിഷയം, എന്റെയാ. ഇത്തിരി സൗന്ദര്യം കൂടി പോയേ. ഇനി ഇതുവഴി വരണ്ട, ഇത് മുഴുവനും വെച്ചോ. അല്ല, അത്ര ആയില്ല. പോ സഹോദര. ശരി, കേറിയിരുന്നു കേട്ടാ. ശരി. ശരി. അയ്യോ, എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആരും ഒന്നും മിണ്ടൂലേ? അല്ല, കാര്യം എന്താന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിൽ ഞാൻ ഇനി വാ തുറക്കത്തില്ല. ശരിക്കും? ശരിക്കും. ഭക്ഷണം കഴിക്കാനും വാ തുറക്കൂലേ? അത് ഞാൻ ചെറുതായിട്ടൊന്ന് വാ തുറക്കും. അതിനായിട്ട് ചെറുതായിട്ട് തുറക്കണം. ഇനി എന്ത് പറ്റി? അപ്പൊ ഞാൻ പറയാം, 3 വിസിൽ കേൾക്കുമ്പോ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2 വിസിലേ കേട്ടുള്ളൂ. അത്രേ ഉള്ള? ഇപ്പൊ ഇവിടെ ആരാ വിസിലടിച്ചേ? നിസ്സാര കാര്യം, അതിനാണ് ഇത്രയും പ്രശ്നം ഇവിടെ. ഇനി നീ വിചാരിക്കുമ്പോൾ അത്ര നിസ്സാര കാര്യമല്ല. ഉള്ള പണി മൊത്തം ചെയ്യാൻ ഞാനും ചുറ്റിരുന്ന് കുറ്റം പറയുന്ന ഇവരെല്ലാരും. ഞാൻ ഇതുവരെ നിന്നെ കുറ്റം പറഞ്ഞു? സത്യമാണോ? കുറ്റൊന്നും പറയൂല. എനിക്കാണെങ്കിൽ നിറയെ പറയാനുണ്ട്, പറയാൻ അങ്ങോട്ട് പറ്റണില്ല. എന്ത് പറയും? അതെ പെങ്ങളെ, ഈ എല്ലാ ജോലികളും ഉടനെ അങ്ങ് ചെയ്ത് തീർക്കരുത്. ഒരിച്ചിരി മിച്ചം വെച്ചേക്കണം, നമുക്ക് നാളത്തേക്ക് ചെയ്യാൻ വേണ്ടി. നാളത്തെ ഒരു കരുതലായിട്ട് ആ ജോലികളെ മാറ്റി വെക്കണം. ആണല്ലേ? എന്നാ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കണ്ട, നാളത്തേക്ക് കരുതി വെക്കാം. നമുക്ക് വയറില് മിച്ചം ഇടാം, നാളത്തേക്ക് കരുതാം. ഇന്നലെ വലിയ ഉപദേശമൊക്കെ തന്നതല്ലേ? ഇച്ചിരി എന്നല്ല, ഞാൻ ഒട്ടും ചെയ്യുന്നില്ല. ആങ്ങളെ തന്നെ നാളെ തൊട്ടങ്ങ് ചെയ്ത് തീർത്തോ പണി മൊത്തം. അല്ല, എന്ന് പറഞ്ഞാൽ എങ്ങനെ മണി? ഞാൻ ഒരു കാര്യം പറയാം. പിങ്കി മോൾ ഇപ്പം വരും, വിശന്നായിരിക്കും വരുന്നത്. നീ വല്ലതും കഴിക്കാൻ ഉണ്ടാക്കാൻ നോക്കോളൂ. ഒന്നും ഉണ്ടാക്കണില്ല, പട്ടിണി കിടക്കട്ടെ. ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കണ്ട. എന്റെ കയ്യിലേ 4 മുട്ട പപ്സ് ഉണ്ട്. എനിക്കത് മതി. മതിയോ? ഞാൻ അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ആണല്ലേ? ബുദ്ധിമുട്ടാവും, വയസ്സായാലും കൊതിക്കൊരു കുറവില്ല. മണി, എന്താ പിന്നെ ഒരു ചായ ഇട്. നീ പാലില്ല. ഒരു കട്ടൻ ചായ ഇടും. ചായപ്പൊടി ഇല്ല. ഒരു കാര്യം ചെയ്യും, ഒരു ചുക്ക് കാപ്പി ഇടും. നീ ഇവിടെ ഒരു ചുക്കും ഇല്ല, ചുണ്ണാമ്പും ഇല്ല, ഒന്നുമില്ല. എന്തോന്ന് ഇവിടെ വാങ്ങിയ പലവഞ്ഞൊക്കെ അങ്ങ് ടൂറ് പോണം? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ ഇവിടെ ചായ ഇടാൻ പോന്നോ അതോ വഴക്കിടാൻ പോന്നോ? ഒരു ചായ അല്ലേ ഇടണം, ഞാൻ ഇട്ടോളാം കേട്ടോ. പക്ഷെ ആലോചിക്കണം ഒന്ന് നന്നായിട്ട്. അല്ല, ഇതിനകത്ത് എന്തോ ആലോചിക്കാനിരിക്കുന്നത്? അതായത് നമ്മൾ ഇച്ചിരി വെള്ളം വെക്കുക, ചൂടാക്കുക, തിളപ്പിക്കുക, ഇച്ചിരി തേയിലപ്പൊടി ഇടുക, അതുപോലെ പാലൊന്ന് ചൂടാക്കുക, രണ്ടോട് മിക്സ് ചെയ്യുക, ഇച്ചിരി പഞ്ചസാര ഇടുക, കലക്കുക. കത്തും. അല്ല, സ്റ്റൗ കത്തിക്കണം. ഈ ചായ ഇടുന്നതേ നിസ്സാര പണിയൊന്നുമില്ല. എന്തുമാത്രം പണി എടുക്കണമെന്ന് അറിയാവോ? പാത്രം കഴുകണം, സ്റ്റൗ കത്തിക്കണം, അതെടുത്ത് വയ്ക്കണം. ആകെ ക്ഷീണിക്കും. ആലോചിച്ച് കണ്ടേ ചെയ്യാൻ പറ്റും. കണ്ട ഒരു ചായ ഇടാൻ അവള് കണക്ക് പറഞ്ഞിട്ടുണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ പണിയും ചെയ്തിട്ട് നമ്മൾ ചെയ്യണ ജോലിക്കൊന്നും വിലയില്ല. ഒരു ചായ പോലും ഇടാൻ വയ്യാകും. അല്ല, ഏത് കാര്യങ്ങളാണെങ്കിലും ആലോചിച്ചേ ചെയ്യാൻ പറ്റും. നമ്മൾ ആലോചിച്ചേ ചെയ്യാൻ പറ്റും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.